അപ്പോൾ ഗൈസ് പായസം വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇപ്പോൾ ഒരു പായസം വെപ്പെന്ന്. ഓണത്തിന് പായസം കുടിച്ചില്ലേ എന്ന്. ഓണത്തിന് പായസം കുടിച്ചു. അപ്പോൾ ഇത് ഒരു നിങ്ങൾ നോക്കിയ പാലടയല്ല, വെർമിസെല്ലിയാണ്, സേമിയോ പായസമാണ്. അപ്പം ഈ സേമിയോ പാക്കറ്റ് നമുക്ക് ഓണത്തിന് അമ്മ തന്നതാണ്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് തിരക്കായി പോയി, പിന്നെ പുലികളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ തിരക്കായി പോയ കാരണം ഇപ്പോഴാണത് വയ്ക്കുന്നത്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മളങ്ങ് ഓഫ് ചെയ്യും. ആദ്യം ഒരു പാക്കറ്റ് പാലൊഴിച്ചു, സേമിയോ വേവിച്ചു. അതിന് ശേഷം രണ്ടാമത്തെ പാക്കറ്റ് പാലൊഴിച്ചിട്ടൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. ഓൾറെഡി ഇതിനകത്ത് ഏലക്ക, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിന് അതൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ പായസം എന്താ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടി കുറുകും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. പായസം റെഡി. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസത്തിലേക്ക് അല്പം നെയ്യും കൂടി ചേർത്തിട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും എന്തായാലും വറുത്തിടാൻ നിന്നില്ല, കാരണം ഓൾറെഡി ഈ പായസക്കൂട്ടിലുണ്ടായിരുന്നു. 1 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് പായസത്തിൽ എക്സ്ട്രാ ചേർത്തത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും സ്റ്റീൽ ഗ്ലാസ് ആണോ ഉള്ളത്, ചില്ല് ഗ്ലാസ് ഇല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാനിവിടെ ചില്ല് ഗ്ലാസ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതാണ് നമ്മുടെ സേമിയോ പായസം. കാണുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞൂടെ, കണ്ട. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് നിങ്ങൾക്ക് കുറിച്ച് ഇച്ചിരി കുറിച്ചട്ട. അപ്പോൾ കുടിച്ചില്ലേ, ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ഗടികളെ ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ, അപാര ടേസ്റ്റ്. എനിക്കിഷ്ടം പാലടയാണ്, അടപ്രഥമൻ. സേമിയ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, അപാര രുചി. സേമിയ പായസം ഇഷ്ടപ്പെടാത്തവര് പോലും കഴിച്ചു. അടിപൊളി. സാധാരണ വെർമിസെല്ലി പായസത്തിന് ഇത്രയും ടേസ്റ്റ് വരാറില്ല. അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ഈ വെർമിസെല്ലി പായസത്തിൻ്റെ ആ കൂട്ട്, അല്ലെങ്കിൽ ഏതാണ് ആ പായസം ബ്രാൻഡ് എന്ന് നമുക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്കാം. ഈ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല, എന്നാലും ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു, അതും ഈ ഒരു വെർമിസെല്ലി സേമിയോ പായസത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കിയ ആ കമ്പനി ഏതാണെന്ന് നമുക്ക് പറയാതെ പറ്റൂല, കാരണം അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്. അത് പറയാണ്ട് പോയാൽ മോശമായി പോവും. അപ്പോൾ ഇതാണ്, ഈ ഒരു കമ്പനിയാണ് കേട്ടോ, അടിപൊളി കമ്പനി. ഏതായി കമ്പനി? അനൂസ് വെർമിസെല്ലി പായസം മിക്സ്. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളിയാണ്. ഇത് പ്രത്യേകം എടുത്തു പറയട്ടെ, പ്രമോഷൻ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമല്ല. സാധാരണ ഞാൻ ഈ സേമിയോ പായസം അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് അടപ്രഥമൻ, പാലട അങ്ങനെയുള്ള പായസങ്ങളാണ് കൂടുതൽ ഇഷ്ടം. പരിപ്പ്, വെർമിസെല്ലി ഒന്നും അങ്ങനെ അധികം ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കാരണം ഇത് ഏതാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ പലചരക്ക് കടകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അന്യായ ടേസ്റ്റാണ്, പറയാതെ ഒരു നിവൃത്തിയില്ല, അത്രത്തോളം ടേസ്റ്റാണ്. അനൂസ് വെർമിസെല്ലി പായസം മിക്സ് അടിപൊളിയാണ് കേട്ടോ, പറയാതെ വയ്യ, കിട്ടിയില്ലേ.